ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ഇന്ത്യയെപ്പറ്റി ഒരു അവലോകനമാണ്. ഇന്ത്യൻ എക്കോണമി അത് PSCയിലും UGക്കും PGക്കും ഒക്കെ ഉണ്ട് താനും. അപ്പം അങ്ങനെയുള്ള ഒരു ആദ്യകാലം, അതായത് പ്രീ ഇൻഡിപെൻഡൻസ് മുതൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് പീരീഡ് വരെയുള്ള ഇന്ത്യയുടെ ആ അവസ്ഥയെപ്പറ്റി അതൊന്നും ഒരു ക്ലാസ്സിലൊന്നും പറഞ്ഞു തീർക്കാനൊക്കെ ഒന്നുമില്ല, ഒരു ദിവസം കൊണ്ട് പോലും പറഞ്ഞു തീർക്കാനൊക്കെ ഒന്നുമില്ല. എങ്കിലും വളരെ മേജറായിട്ടുള്ള പെട്ടെന്ന് അറിയപ്പെടുന്ന അല്ലെ അറിയപ്പെടേണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് എക്കോണമിയാണ്, നമുക്കറിയാം. ഒരു മിക്സഡ് ഡെവലപ്പിംഗ് എക്കോണമി. മിക്സഡ് ഡെവലപ്പിംഗ് എക്കോണമി എന്ന് പറയുമ്പോൾ അതൊക്കെ പല ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ രണ്ടും ഒരുപോലെ ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു എക്കോണമിയാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യക്ക് ഈ ബ്രിട്ടീഷേഴ്സൊക്കെ വരുന്നതിന് മുമ്പ് വളരെ ഒരു ബെറ്റർ പാസ്റ്റ് ഉണ്ടായിരുന്നു, വളരെ നല്ല. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്കുണ്ടായിരുന്നു, സിന്ധു നദീതട നാഗരികത എന്ന് പറയും. പിന്നെ അതുപോലെ മാരിടൈം ട്രേഡ് ഉണ്ടായിരുന്നു. ആ ട്രേഡിലൂടെയാണല്ലോ പിന്നീട് പോർച്ചുഗീസുകാരൊക്കെ വരുന്നത്. പിന്നെ മുഗൾ ഭരണം ഉണ്ടായിരുന്നു, മറാത്ത ഭരണം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരുമായിട്ട് ഇന്ത്യൻ എക്കോണമി എല്ലാവരുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് വിദേശത്തും ധാരാളം ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നു. ആദ്യം അറബികൾ വന്നു, ആരബ്സ്, പിന്നെ പോർച്ചുഗൽ, ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷ്. പക്ഷേ അവരെല്ലാം പോയി. പക്ഷേ ബ്രിട്ടീഷുകാർ മാത്രം ഇവിടെ അങ്ങ് കിടക്കുകയും ചെയ്ത് ഏകദേശം 200 yearsആണ്. 2 centuries എന്ന് പറയും. 2 centuries, 200 വർഷക്കാലം ബ്രിട്ടീഷുകാർ നമ്മുടെ മണ്ണിൽ നമ്മളെ അടിമകളാക്കി തുടർന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കാര്യമുണ്ട്, ബ്രിട്ടീഷുകാർ അത്രയും നമ്മളെ അടിമകളാക്കി 200 വർഷം അവരുടെ അണ്ടറിൽ കൊണ്ടുവന്നെങ്കിലും അവരെയും കൊണ്ട് പിൽക്കാലത്ത് നമുക്ക് പല സേവനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സിംഗിൾ കറൻസി വിത്ത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, അതുപോലെ റെയിൽവേ, ടെലഗ്രാഫ്, പിന്നെ സിവിൽ സർവീസ്, ഇതിനകത്തിലൊക്കെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസാണ് ഈ ഫ്രീ ആയ ഇന്ത്യൻ എക്കോണമി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒക്കെ അല്ലെ ഫ്രീഡം കഴിഞ്ഞപ്പോഴത്തേന് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 5-year പ്ലാനാണ്. ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 5-year പ്ലാൻ. പിന്നെ അതിപ്പോൾ നമുക്കറിയാം നീതി ആയോഗ് എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര്. പിന്നെ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ, റെയിൽവേ, ഷിപ്പിംഗ്, സിവിൽ ഏവിയേഷൻ, IT, ടെലികമ്മ്യൂണിക്കേഷൻ, ഡിഫൻസ്, എനർജി, ഇൻഫ്രാസ്ട്രക്ചർ, ട്രേഡ്, ടൂറിസം, ഇതിൻ്റെ അകത്തിലെല്ലാം ലാൻഡ് മാർക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വളരെയധികം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വിജയകരമായിട്ട്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ന്യൂ എക്കണോമിക് റിഫോംസ് ഇവിടെ കൊണ്ടുവരുന്നു. അത് ഞാൻ എൻ്റെ ക്ലാസ് ഉണ്ട് അതിനുവേണ്ടി. ന്യൂ എക്കണോമിക് റിഫോംസ് എന്ന് പറയുമ്പോൾ അവിടെ അന്ന് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈനാൻസ് മിനിസ്റ്ററായിരുന്നു മൻമോഹൻ സിംഗ്. അവർ രണ്ടും കൂടെ ചേർന്ന് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് LPG എന്ന് പറയും. LPG ന്യൂ എക്കണോമിക് റിഫോംസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് LPG എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, അതുപോലെ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അത് കൊണ്ടുവന്നു. അത് വലിയൊരു മാറ്റമായിരുന്നു. പിന്നീട് നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും മേജറായിട്ടുള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് WTO, IMF, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതുപോലെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇതിൽ രണ്ടിലും തുടക്കം മുതൽ തന്നെ നമ്മൾ മെമ്പർ ആയിക്കൊണ്ടിരിക്കുക ഇപ്പോഴും ആണ്. പിന്നെ നമ്മൾ വിദേശത്തു നിന്നൊക്കെ ലാർജ് സ്കെയിൽ FDI എന്ന് പറയുമ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് വളരെയധികമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെയധികം ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നരേന്ദ്രമോദി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കിടക്കുന്നു. 2016 നവംബർ 8 ഡിമോണിറ്റൈസേഷൻ, അതായത് 1000-ൻ്റെ 500-ൻ്റെ നോട്ട് പിൻവലിക്കുന്ന രീതി വന്നു. അന്ന് കുറേയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. അത് പല കാരണങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ പഴയ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 2017 ജൂലൈ 1 GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വന്നു. അതൊക്കെ മേജർ മാറ്റങ്ങളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ദോഷം വന്നത്, ഇതൊക്കെ നല്ലതായിരുന്നു, വലിയ ഡെവലപ്മെൻറ്റും ഒക്കെ ആയിരുന്നെങ്കിലും അപ്പോഴത്തേന് കോവിഡ് വന്നു. അതായത് COVID-19
COVID-19 വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് വളരെയധികം പ്രതിസന്ധികളുണ്ടായി, ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് ഒക്കെ മാറ്റം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം അല്ലെ 15 വർഷം കൊണ്ട് ഇന്ത്യ ഇനിയും പഴയ രീതിയിലേക്ക് പോകത്തുള്ളൂ എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഭരണകൂടം വളരെ പെട്ടെന്ന് തന്നെ 5 വർഷത്തിൽ ഉള്ളിൽ തന്നെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഒരു കുതിച്ച് ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോഴും. പിന്നെ അതിൻ്റെ കണക്ക് പറഞ്ഞാൽ 4th ലാർജസ്റ്റ് എക്കോണമി ബേസ്ഡ് ഓൺ GDP എന്നാണ് പറയുന്നത്. അതൊക്കെ വലിയ കാര്യമാണ്. ഹൈ GDP ഉള്ള രാജ്യമാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതായത് 4th പ്ലേസാണ്. നെക്സ്റ്റ് ടു അത് ആദ്യം US, പിന്നെ ജപ്പാൻ, ജർമ്മനി, അത് കഴിഞ്ഞാൽ പിന്നെ 4ാം സ്ഥാനം നമുക്കുണ്ട്. അതുപോലെ 4th ലാർജസ്റ്റ് ബൈ നോമിനൽ GNB കണക്കിൽ അതിൻ്റെ അതിൽ നമുക്ക് 3ാം സ്ഥാനമുണ്ട്, 4ാം സ്ഥാനമുണ്ട്. പിന്നെ 3rd ലാർജസ്റ്റ് ബൈ PPP എന്ന് പറയുമ്പോൾ കൺസ്യൂമർ മാർക്കറ്റ് കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പർച്ചേസിങ് പവർ പാരിറ്റി എന്ന് പറയും. നമ്മുടെ കൺസംഷൻ ഇൻകം റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ കൺസംഷൻ നടക്കുന്ന ഒരു ഏറ്റവും വലിയൊരു രാജ്യമാണ് നമ്മുടെ എന്ന് പറയുന്നത്. പർച്ചേസിങ് പവർ നമുക്ക് കൂടുതലാണ്. ആ കാര്യത്തിൽ 3rd ലാർജസ്റ്റ് ആണ്. അതുപോലെ PCI റാങ്ക്, അതായത് പെർ ക്യാപിറ്റ ഇൻകം 136 ആണ്, 136. PPP റേറ്റ്, അതായത് പർച്ചേസിങ് പവർ പാരിറ്റിയുടെ റേറ്റ് ലോകത്തിൽ 119ാമത്തെയാണ് നമുക്ക്. ഇതെല്ലാം നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇത് ആദ്യകാലത്ത് സോവിയറ്റ് റഷ്യയിൽ നമ്മുടെ നെഹ്റു സന്ദർശിക്കുകയും അവിടുത്തെ സിസ്റ്റമൊക്കെ അറിഞ്ഞാൽ ഇവിടെ വന്ന് സോവിയറ്റ് മോഡലിലുള്ള 5 ഇയർ പ്ലാനും ഒക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അന്നൊക്കെ ഉണ്ടായതിൻ്റെ ബാലൻസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റിനൊക്കെ തന്നെ വളരെയധികം റോള് കൊടുക്കുന്നുണ്ട്, ലിബറലൈസേഷനുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയുടെ കംപ്ലീറ്റ് ഓണർഷിപ്പ് ഗവൺമെൻറ്റിനാണ്. മോർ ദാൻ 1900 പബ്ലിക് സെക്ടർ കമ്പനി ഇവിടെ ഉണ്ട്. 1900-ലേറെ പബ്ലിക് സെക്ടർ കമ്പനികളുണ്ട്. വലിയ നാഷണൽ ഹൈവേകളുണ്ട്, അതിഭീകര നാഷണൽ ഹൈവേ. അത് ഗവൺമെൻറ് തന്നെയല്ല, PPP, അവിടുത്തെ PPP വേറെയാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ്. ഇപ്പോൾ പറഞ്ഞ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, പബ്ലിക്കും പ്രൈവറ്റും കൂടെ ചേർന്ന് വലിയ നാഷണൽ ഹൈവേ സിസ്റ്റം നമ്മുടെ രാജ്യത്ത് വളരെ ഉജ്ജ്വലമായിട്ട് നടന്നുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കറൻസി ഉണ്ട്, അതിൻ്റെ പേരറിയാം, ഇന്ത്യൻ റുപ്പിയാണ്. പിന്നെ നമ്മുടെ ഫിസ്ക്കൽ ഇയർ April 1 മുതൽ March 31 വരെയാണ്. നമ്മുടെ പോപ്പുലേഷൻ അന്യായമാണ്. ചൈനയായിരുന്നു 1ാം സ്ഥാനത്ത്, ചൈനയിൽ നിന്ന് മാറി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് പോപ്പുലസ് കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. വിത്ത് 146 crores, ഏകദേശം 146 കോടിയോളം ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. മോസ്റ്റ് പോപ്പുലസ് കൺട്രിയാണ്. പിന്നെ സെക്ടറൽ കോൺട്രിബ്യൂഷൻ എടുത്തു നോക്കിയാൽ പ്രൈമറി സെക്ടർ 20.1, സെക്കൻഡറി സെക്ടർ 27.6, അതുപോലെ തേർഷറി സെക്ടർ 52.3% നമുക്കുണ്ട്. പിന്നെ മേജർ ഇൻഡസ്ട്രീസ് ധാരാളം നമുക്കുണ്ട്. കോൾ, അയൺ ഓർ, അതുപോലെ തന്നെ അലൂമിനിയം, മെഷീനറി, ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽസ്, IT, ഇൻഫർമേഷൻ ടെക്നോളജി, AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഡിഫൻസ് മാനുഫാക്ചറിങ്, എനർജി, സിമെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി 2nd ലാർജസ്റ്റ് ലേബർ ഫോഴ്സാണ്. നമ്മുടെ 2nd ലാർജസ്റ്റ് ലേബർ ഫോഴ്സാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ലോ പ്രൊഡക്ടിവിറ്റിയാണ്. കാരണം ജനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണെന്നുള്ളൊരു ദോഷമുണ്ട്. പിന്നെ 5th ലാർജസ്റ്റ് മാനുഫാക്ചറാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്, പണ്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നും പറഞ്ഞുകൊണ്ട് MSME, അങ്ങനെ ധാരാളം മേഖലയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയുടെ ഒരു വലിയ നേട്ടത്തിൻ്റെ ഫലമാണ്. പിന്നെ പോവർട്ടി ആൻഡ് ഇന്നീക്വാളിറ്റി ഫുള്ളല്ല, ഏകദേശം കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ നമുക്ക് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ധാരാളമുണ്ട്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്കുണ്ട്, BSE ആൻഡ് NSE. BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നെ NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ 2 എണ്ണം ഉണ്ട്. പിന്നെ GDPയുടെ ഏറ്റവും പുതിയ ഗ്രോത്ത് റേറ്റ് 2025 കണക്കനുസരിച്ച് 7.3 ആണ്. പിന്നെ വേറെ പ്രോഗ്രാമുകളൊക്കെ ഇന്ത്യയിൽ ഇതിനോടൊപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പിന്നെ മേക്കിംഗ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, പിന്നെ ഡിജിറ്റൽ ഇന്ത്യ, ആത്മനിർഭർ ഭാരത്. ഈ ക്ലാസ്സിന് തൊട്ട് മുമ്പലത്തെ ക്ലാസ് ആത്മനിർഭർ ഭാരതാണ്. അവിടെ ഒരു പോയിൻ്റ് ഞാൻ വിട്ടുപോയി. അതായത് GDPയുടെ 10%, അതായത് അന്ന് 20 lakh crores ഓഫ് റുപ്പീസാണ് അതിനു വേണ്ടി മോഡി മാറ്റിവെച്ചത്. പക്ഷേ ഞാൻ ആ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്, പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് അതിപ്പോൾ ഓർത്താം. 20 ലക്ഷം കോടിയാണ്.
അപ്പോൾ അതൊക്കെ കാണിക്കുന്ന ഇന്ത്യ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ് ഇപ്പോഴും, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണ്. പിന്നെ ആവറേജ് HDI ഉണ്ട്, നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആവറേജാണ്. അതുപോലെ നമ്മൾക്ക് വളരെയധികം വികസിതമായ ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ USA ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ UAE ഉണ്ട്, ചൈന, അതുപോലെ UK, സൗത്ത് ആഫ്രിക്ക, അതുപോലെ ഓസ്ട്രേലിയ, റഷ്യ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുമായിട്ടൊക്കെ നമ്മൾ പിന്നെ വാണിജ്യ ബന്ധമുണ്ട്. അതിൽ തന്നെ പറഞ്ഞാൽ 7th ലാർജസ്റ്റ് ഇമ്പോർട്ടറാണ്, ലോകത്തിലെ 7th ലാർജസ്റ്റ് ഇമ്പോർട്ടറാണ് നമ്മൾ, 10th ലാർജസ്റ്റ് എക്സ്പോർട്ടറും ആയിട്ടുണ്ട്. പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്, അതൊരു കുഴപ്പമാണ്. ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്. ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബാലൻസിനെ വിളിക്കുന്ന ബാലൻസ് ഓഫ് പേയ്മെൻ്റ് എന്ന, അത് നമ്മുടെ നെഗറ്റീവാണ്. കാരണം നമ്മൾ കയറ്റുമതി ചെയ്യുന്ന 100 രൂപയ്ക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ 500 രൂപയ്ക്കാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ട്രേഡ് റിലേഷൻഷിപ്പ് എപ്പോഴും നമുക്ക് നെഗറ്റീവ് ബാലൻസ് ഓഫ് പേയ്മെൻ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ. അപ്പോൾ എന്തായാലും ശരി, ഇന്ത്യ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. എന്നിട്ടും നമ്മൾ ചില പ്രോബ്ലംസൊക്കെ അല്ലെ ചലഞ്ചുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അൺഎംപ്ലോയ്മെൻ്റ് ഒരു ചലഞ്ചാണ്, കറപ്ഷൻ നല്ലപോലെ ഉണ്ട് ഇപ്പോഴും, അതായത് അഴിമതി, പിന്നെ ഇൻഫ്ലേഷൻ നന്നായ രീതിയിലുണ്ട്, പിന്നെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും എക്കണോമിക് ഡിസ്പാരിറ്റീസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ ക്രൈസിസ് ഉണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള റെഗുലേഷനൊക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മുടേത്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലും അതിലും ഡെഫിഷ്യൻസി ഉണ്ട്, അതുപോലെ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, അത് വലിയൊരു കുഴപ്പമാണ്. എൻവയോൺമെൻറ്റ് ഓവർ പോപ്പുലേഷനിലെയോ അങ്ങനെ ഡീഗ്രഡേഷനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചലഞ്ചസ് ഉണ്ടെങ്കിലും ശരി, ഇന്ത്യ നൗ എ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യത്തിൽ ഒരു ബ്രീഫ് ഐഡിയയാണ് ഞാൻ തന്നത്. ഓക്കെ.